നമസ്തേ. സുഭാഷിതം. മാർദ്ദവം സർവഭൂതാനാം അനസൂയക്ഷമ ധിതിഃ ആയുഷ്യാണി ബുധോ പ്രാഹുർ മിത്രാണാം ച വിമാനനാ. സൗമ്യഭാവം, എല്ലാവരോടും അസൂയയില്ലായ്മ, ക്ഷമ, സ്ഥിരോത്സാഹം, മിത്രങ്ങളെ അനാദരിക്കുക എന്നിവ ആയുസ്സിനെ ദീർഘമാക്കുന്നുവെന്ന് അറിവുള്ളവർ പറയുന്നു. ചില സുഭാഷിതങ്ങളൊക്കെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതായിരിക്കാം. എന്നാലും അതിനകത്ത് ചില നല്ല സന്ദേശങ്ങളുള്ളതുകൊണ്ട് ചിലപ്പം വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി. അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ സൗമ്യമായ സ്വഭാവം ഉണ്ടാവണം, ആദ്യത്തെ വിഷയം. പിന്നെ എല്ലാവരോടും അസൂയയില്ലായ്മ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്കൊക്കെ. എല്ലാവരോടും അസൂയയില്ലായ്മ തോന്നുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ പറയുന്നത് സൗമ്യ സ്വഭാവം വേണം, അസൂയ ഇല്ലായ്മ ഉണ്ടാവണം, ക്ഷമ ആട്ടും സൂപ്പിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പം ക്ഷമ, സ്ഥിരോത്സാഹം, എപ്പോഴും ഉത്സാഹഭരിതരായി ആ ഉത്സാഹത്തിനൊരു സ്ഥിരത ഉണ്ടാവണം. പിന്നെ പറയുന്നത് മിത്രങ്ങളെ അനാദരിക്കുക. ഒരിക്കലും നമ്മൾ നമ്മുടെ മിത്രം എന്ന് പറഞ്ഞാൽ ആരും ആകാം, ബന്ധുക്കളാകാം, കൂട്ടുകാരാകാം, ആരുമാകാം. ആ മിത്രങ്ങളെ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല. അവരെ നമ്മുടെ കൂടെ കൂട്ടുക, എപ്പോഴും നമ്മുടെ മിത്രങ്ങളായി തന്നെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കുക. അതുപോലെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അത് ആയുസ്സിനെ ദീർഘമാക്കുന്നുവെന്നും. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധമായിട്ട് ചെയ്യുന്നവർക്ക് ആയുസ് ദീർഘമായി കിട്ടുന്നു എന്ന് സുഭാഷിതം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആര് പറയുന്നതാണെന്നറിയാമോ? പണ്ഡിതന്മാർ പറയുന്നു. അറിവുള്ളവർ പറയുന്ന ഒരു വസ്തുതയാണ് ഈ സുഭാഷിതത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമസ്തേ.